ഗുഡ് മോർണിംഗ് വ്യൂസ്. ഇന്ന് 9th ഏപ്രിലായി. ഇന്നിപ്പം എലക്ഷൻ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് കേരളത്തിൽ. സോ ഞാൻ ആലോചിക്കുക, ഈ കമ്പനി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനി ചൂസ് ചെയ്തത്, ഓർ വെദർ നിങ്ങളൊരു പാർട്ട്ണർ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു കോൺസ്റ്റിറ്റ്യുവൻസിൽ നിങ്ങളൊരു ലീഡർ സെലക്ട് ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ കമ്പനീസ് ആയാലും കൺട്രീസ് ആയാലും, ഇഫ് ഇറ്റ് ഈസ് ബാഡ് ഡിസിഷൻസ്, ഹൗ ബാഡ്ലി മാനേജ് എ സ്റ്റേറ്റ് ഓർ എ കൺട്രി, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലീഡേഴ്സ് വാട്ട് യു ചൂസ്. അപ്പോൾ നിങ്ങളൊരു കല്യാണം കഴിക്കുമ്പോൾ ഒരു റോങ് പാർട്ട്ണർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ യു ടേൺ. യു ഹാവ് ടു ലിവ് വിത്ത് ദാറ്റ് ലേഡി ഓർ എ മാൻ. സോ അതുപോലെ തന്നെ വെൻ യു എലക്ട് റോങ് പീപ്പിൾ, ദർ ഈസ് നോ അതർ ചോയ്സ്. യു ഹാവ് ടു ലിവ് വിത്ത് ദം ഫോർ 5 years. ഇവരെ എത്ര ടേംസ് കഴിയുന്ന എത്ര ഡ്യൂറേഷൻ, 4 കൊല്ലോ 5 കൊല്ലോ എത്ര കൊല്ലം നിങ്ങൾ അവരെ സഹിച്ചേ പറ്റും. യു കാൺ മേക്ക് എനി ഡിസിഷൻസ്. ഈ ഡെമോക്രസിയിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, നിങ്ങളെ എല്ലാ പവറും, ഓൾ പവേഴ്സ് റിസൈഡ്സ് ഇൻ ദ പീപ്പിൾ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പാർലമെന്റിലോ നമുക്ക് എല്ലാവർക്കും മുനിസിപ്പാലിറ്റിയിലോ പോയിട്ട് എവറി ഡേ യു കനോട്ട് ഗോ ആൻഡ് അറ്റൻഡ് ദ മീറ്റിംഗ്. യു ഹാവ് യുവർ ഓൺ ജോബ്. സോ വി എലക്ട് വൺ ഓഫ് അവർ മോസ്റ്റ് കോമ്പിറ്റൻറ്റ് പേഴ്സൺ ടു ലുക്ക് ആഫ്റ്റർ ദ തിങ്സ്. പക്ഷേ ഇത് നിങ്ങൾക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ ഇയാളെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങൾ അയാൾ ഓഫീസിൽ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിലോ, അയാൾ നിങ്ങൾക്ക് ഓഫീസിൽ പോയി കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങളൊരു മിനിസ്റ്റർ എലക്ട് ചെയ്ത് കഴിഞ്ഞു, ആ മിനിസ്റ്റർ ഓഫീസിൽ നിങ്ങൾ പോകണം, ആ മിനിസ്റ്റർ കാണണം. സോ ഡു യു തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ ഡെമോക്രസി? പക്ഷേ ഡെമോക്രസി നിങ്ങൾ പറയുന്നു ഓൾ പവർ റിസൈഡ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ, നിങ്ങളിപ്പോൾ എലക്ട് ചെയ്യുമ്പോൾ വെച്ചാൽ എലക്ഷൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ശരിക്കും പഠിക്കുക. അവരെ CV നിങ്ങൾ വായിച്ച് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ കണ്ണൂർ മത്സരിക്കുന്ന ആരായാലും, അല്ലെങ്കിൽ കോഴിക്കോട് മത്സരിക്കുന്ന ആരായാലും, തിരുവനന്തപുരത്ത് മത്സരിക്കാനും, ഈ ശിവൻകുട്ടീൻ്റെ CV എന്താണെന്നോ, രാജീവ് ചന്ദ്രശേഖരൻ്റെ CV എന്താണെന്നോ, അവരെത്ര കാലം. ഞാനിപ്പോൾ കാണുന്നത് വെച്ചാൽ, ഇപ്പോൾ കാണുന്ന കാൻഡിഡേറ്റ്സ് എന്ന് വെച്ചാൽ യാതൊരു ജനങ്ങളായിട്ട് ബന്ധമില്ലാത്ത നേതാക്കന്മാരെ ഇവിടെ മത്സരിക്കുന്നു. നമ്മളൊന്നും അവർ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, നമ്മളെ പ്രോബ്ലംസിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവരില്ല, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വികസനത്തിലോ ഒന്നിലും അവരെ കാണാറില്ല. ഒരു പബ്ലിക് ഡിബേറ്റിലോ ഒരു പബ്ലിക് കോൺഫറൻസിലോ ഇതൊന്നും കാണാറില്ല. എക്സെപ്റ്റ് ഫ്യൂ, എല്ലാവരെയും ഞാൻ കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഫ്യൂ പീപ്പിൾ. പക്ഷെ ഇപ്പോൾ പ്രിഡോമിനൻ്റ് ഇപ്പോൾ കാണുന്ന നേതാക്കന്മാരൊന്നും നമുക്ക് അറിയണില്ല. സോ ഏതോ ഒരു ആൾ വന്ന് ഒരു ദിവസം കുറേ 4-5 പേപ്പറും കൊണ്ട്, ഒരു ദിവസം ഇന്ദിരാഗാന്ധി പണ്ട് ചെയ്ത വികസനങ്ങൾ ഞങ്ങൾ ഇന്ന് കണ്ടിരിച്ചു, ഇന്ദിരാഗാന്ധി എന്ത് വികസനമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ള അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഈവൻ നമുക്കറിയാത്തൊരു കാൻഡിഡേറ്റ് ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളോട് വോട്ടിന് ചോദിക്കുമ്പോൾ ഐ ഫീൽ ഓക്വേർഡ്. നിങ്ങൾക്ക് ഓക്വേർഡായി തോന്നില്ലേ? പണ്ട് കാലത്ത് ഞാൻ തോന്നുന്നു അങ്ങനെയല്ല കണ്ടത്. ഇപ്പം പണ്ട് കാലത്തെ നേതാക്കന്മാർ, ഇപ്പോൾ AKG ആയാലും KNR ആയാലും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാരായാലും, എല്ലാവരും നമുക്ക് വളരെ കാലങ്ങളായിട്ട് ജനങ്ങൾക്ക് ഇടയിൽ വർക്ക് ചെയ്തിട്ടും ജനങ്ങൾക്ക് അറിയുന്ന ആൾക്കാരായിരുന്നു. സോ ഇപ്പോൾ കാണുന്ന നേതാക്കന്മാർ, ഐ സീരിയസ്ലി ഡൗട്ട് നമുക്ക് ഇവരെ അറിയോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ അബൌട്ട് എലക്ഷൻസിനെ കുറിച്ച്. കാരണം വെച്ചാൽ, നിങ്ങൾ എലക്ഷൻ നോക്കുക വെച്ചാൽ നിങ്ങളൊരു ആർമിയിൽ എടുക്കാൻ നിൽക്കുമ്പോൾ, ഒരു ആർമി നിങ്ങൾ നയിക്കുക, ഒരു സാർജൻറ്റ് എന്ന് വെച്ചാൽ, ഒരു സാർജൻറ്റ് മേക്സ് എ മിസ്റ്റേക്ക്, ഓൺലി എ പ്ലാറ്റൂൺ ഓഫ് സഫേഴ്സ്. ബട്ട് ഒരു രാജ്യത്തിൻ്റെ ജനറൽ ഒരു മിസ്റ്റേക്ക് ചെയ്യാമെങ്കിൽ ഇത് ഹോൾ ആർമി സഫേഴ്സ്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ വാണ്ട് ടു സേ. Thank you for viewing my channel. Please do subscribe my channel, support my channel. Have a nice day.